എഴുതണ്ടോ പെട്ടെന്ന് ഒരു പേപ്പർ മേന ഉണ്ടാവും ഇല്ലാണ്ടേ ഇല്ല ആ പേനുണ്ട് പേനുണ്ട് അച്ഛൻ്റെ കൂടെ വേണമെങ്കിൽ ഒന്ന് കറങ്ങിയിട്ട് വായിച്ചില്ലേ നൈസായിട്ട് പഠിക്കും എൻ്റെ മനസ്സിലായിട്ട് അച്ഛനും മുഴുവൻ വരാൻ പാടില്ല. ഗുഡ് ഈവനിങ് എല്ലാവർക്കും. ഇത്ര സംഭവബഹുലമായ രീതിയിൽ ഇത് നടത്താൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. അടിപൊളി, എല്ലാ സീറ്റും ഫുള്ളായിരിക്കണം. അപ്പോൾ ഇത് പരിപാടി നടത്താനായിട്ട് രവിച്ചേട്ടനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വളരെ സന്തോഷമുണ്ട്. മലയാള ഭാഷയോട് ഉള്ള ഒരു സ്നേഹം, പ്രതിപത്തി അത് കൂടുതൽ ഉണ്ടാകാൻ വേണ്ടി, അതൊരു താല്പര്യം ഉണ്ടാക്കാൻ വേണ്ടിയും ആണ് നമ്മളിങ്ങനെ വർഷങ്ങളായി ഈ കേട്ടെഴുത്തിങ്ങനെ മുടങ്ങാതെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഇത്രയധികം പാർട്ടിസിപ്പേഷൻ ഉണ്ടാകുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇതൊരു സൗഹൃദ മത്സരമാണെന്ന്, നമ്മുടെ എല്ലാ മത്സരങ്ങളും സൗഹൃദ മത്സരം തന്നെയാണ്. സ്വഭാവ മത്സരങ്ങളെല്ലാം ഒരു കുടുംബത്തിലെ ആൾക്കാർ തമ്മിൽ നടക്കുന്ന മത്സരം എന്നുള്ള നിലയിൽ കണ്ടാൽ മതി. അതിൽ വിജയത്തെക്കാളും പ്രധാനമായിട്ടുള്ളത് പങ്കാളിത്തം എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും പേപ്പറിൻ്റെ മുകളിൽ വലതുഭാഗത്തായിട്ട് പേരും വീട്ടു നമ്പറും, പിന്നെ കുട്ടികളാണെങ്കിൽ ഏത് ക്ലാസ്സിൽ ആണെന്നുള്ളത് അത്, വിദ്യാർത്ഥികളാണെങ്കിൽ ക്ലാസ്സും എഴുതിയേക്കുക. പേരും മലയാളത്തിലാണെങ്കിൽ നല്ലത്, ഇംഗ്ലീഷിലായാലും നിങ്ങൾ വെട്ടി മലയാളത്തിലാക്കണ്ട. പേര്, SNRI നമ്പർ, പഠിക്കുന്ന ക്ലാസ് കുട്ടികളാണെങ്കിൽ. അപ്പോൾ ഈ 25 വാക്കുകളാണുള്ളത്. മുതിർന്നവർ പ്രായമുണ്ട്. എല്ലാവരും വിദ്യാർത്ഥികളല്ലാത്തവരെല്ലാവരെയും ഒരേ ഗണത്തിൽ തന്നെയാണ് പെടുത്തുക, പ്രായമുള്ളത്. അപ്പോൾ 25 വാക്കുകളാണുള്ളത്. നിങ്ങൾക്ക് സുപരിചിതമായിട്ടുള്ള വാക്കും ഇത്തിരി സ്വാഭാവികമായിട്ട് ഇത്തിരി പ്രയാസമുള്ള വാക്കുകളൊക്കെ ഉണ്ടാകാം. ഞാൻ 2 തവണ പറയും. ആദ്യം ഒന്ന്, പിന്നെ ഒന്ന് ആവർത്തിക്കും. 2 കൂടുതൽ തവണ പറയില്ല. കേട്ടിരിക്കണം, നിങ്ങൾ ശ്രദ്ധിക്കണം കൃത്യമായിട്ട്. അതിൻ്റെ ഉച്ചാരണം, എൻ്റെ ഉച്ചാരണം കേട്ടോ, അതിന് തെറ്റില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ശ്രദ്ധിച്ച് ഇരിക്കുക. 2 തവണ, 1 തവണ പറയും, വീണ്ടും ഒന്നോടെ ആവർത്തിക്കും. പിന്നെ ഇതിനെ ആധാരമാക്കിയിട്ടുള്ളത് മലയാളത്തിലെ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ മലയാളത്തിലെ ആധികാരിക ഡിക്ഷണറി ആയിട്ടുള്ള ശബ്ദധാരാവലിയാണ്. ശബ്ദധാരാവലിയിൽ എങ്ങനെയാണോ ഇത് കൊടുത്തിട്ടുള്ളത് അങ്ങനെയാണ്, അത് മാത്രമാണ് ഇതിൽ ശരി എന്ന് പറയുന്നത്. അതിൽ വേറൊരു ഡിസ്പ്യൂട്ടും അംഗീകരിക്കില്ല. ഞാനിത് കേട്ടെഴുത്ത് കഴിയുമ്പോൾ വാക്കുകൾ 25 ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് അവരവരുടെ തെറ്റുകൾ പരിശോധിക്കാം.